തൃശ്ശൂർ ചാണകം ചവിട്ടി എന്നൊക്കെയാ പലരും പറയും. ചവിട്ടി തന്നെയാണ്. തൃശ്ശൂർ ചാണകം ചവിട്ടി എന്നൊക്കെ പറഞ്ഞ് കളിയാ പലത് പറഞ്ഞോട്ടെ, പക്ഷെ ആള് നമുക്ക് വേണ്ടി എന്തായാലും പോരാണോ. ഉച്ചത്തോടെ കാണും കോൺഗ്രസ് വോട്ട് മറച്ചാണ്. ആള് പറയുമ്പോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവും, ആള് പറയുന്ന പോലെ നമ്മുടെ ഇവിടെ ഉണ്ടാവും. ഒരു സീറ്റ് പോലും കിട്ടരുത് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. BJPക്ക് തൃശ്ശൂർക്കാരെ ഏറ്റെടുത്തു. ഞങ്ങൾ തൃശ്ശൂർക്കാരെ വെളിയന്നൂരാ എൻ്റെ സ്ഥലം. തൃശ്ശൂർ പൂരത്തിന് സമാനമായിട്ടുള്ള ഒരു ദൃശ്യമാണ് സ്വരാജ് റൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയുണ്ട്. ഞങ്ങളുടെ സ്കൂൾ ഫുള്ളും ഫാൻസാ. എട്ട് കൊല്ലം ആള് പണിയെടുത്തതിൻ്റെ കൂലി കിട്ടിയതാണ്. സുരേഷ് ഗോപി അവൻ BJPയുടെ ഒരു ലേബിളിലല്ല ഇപ്പോഴും ജയിച്ചിരിക്കുന്നത്. മൊത്തം അവനോട് ജനങ്ങൾക്കുള്ളൊരു സിമ്പതി. ആൾക്ക് ഉറപ്പുണ്ട്. ആൾക്ക് ഇതിനൊന്നും മാന്തി എടുത്ത് തിന്നേണ്ട ആവശ്യമൊന്നുമില്ല. ആളെ ചെയ്യും, അത്രയും ഉറപ്പുണ്ട് തൃശ്ശൂർക്കാർക്ക്. ഓൾറെഡി ഒരു വട്ടം തോറ്റതാണല്ലോ, എന്നിട്ടും ആള് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണു, ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കണു. അപ്പൊ അത് ആൾക്ക് നമ്മുടെ ഇഷ്ടമുള്ളതല്ലേ. അദ്ദേഹം ഒരു കൊല്ലം തോറ്റിട്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളങ്ങനെ മനസാക്ഷി ഇല്ലാതെ പെരുമാറാൻ പാടില്ല. അപ്പോൾ കുറച്ച് വികസനങ്ങൾ ഇവിടെ ആവശ്യമുണ്ട്. എനിക്ക് ഈ തൃശ്ശൂർ വേണം. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം. തൃശ്ശൂർ എടുക്കൂന്ന് പറഞ്ഞേ. ഇപ്പൊ തൃശ്ശൂരാണ് സുരേഷ് ഗോപി സാറിന് എടുത്തേണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന് ശേഷമുള്ള ആദ്യത്തെ റോഡ് ഷോ. തൃശ്ശൂർ ഒരു വേറെ ലെവലിലേക്ക് എത്തിച്ചേരും. ആദ്യത്തെ വോട്ട് തന്നെ സുരേഷ് ഗോപിക്ക്. അതെ, കാരണം പാർട്ടി ആയിട്ടല്ല, ആ ഒരു വ്യക്തിയെ അഭിമാനിക്കും, മീൻസ് ആ ഒരു വ്യക്തിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്തത്. തൃശ്ശൂർ ആള് പൊളിക്കും, അത് തന്നെ പൊളിക്കും. അതെ അതെ, പൊളിക്കും ആള് തൃശ്ശൂര്. ഇവിടെ ഒരു MP ചെയ്തിട്ട് ഞങ്ങൾക്ക് 10 പൈസ വേണ്ടായില്ല. പാർട്ടി പറയില്ലത്. വലിയൊരു വിസർജ്യത്തെ കൂടെ കൊണ്ടുനടന്ന് ഇത്രയും വർഷമായിട്ട് കൊണ്ടുനടന്ന് കേരളം ഇതേപോലെ വേസ്റ്റ് ആക്കി ചെളിയും ചവിട്ടി എന്താ പറയാ, വീടിന്റെ അകത്ത് വരെയും സകല ഓടയൊന്നും വേസ്റ്റ് കയറിയിട്ട് അത് ഇതാക്കുന്ന ആൾക്കാരാണ് കുറച്ച് ചാണകം ചവിട്ടിയെന്നും പറഞ്ഞേക്കണേ. എന്തായാലും പച്ചക്കറിയുടെ അല്ലേ, കുഴപ്പമില്ല. സുരേഷ് ഗോപി ഇവിടെ ഒരു മനുഷ്യനായിട്ട് തൃശ്ശൂർ കുറേ കാലം ഉണ്ടായിരുന്നു. അതിനൊരു റിഫ്ലക്ഷനാണ് ഈ വോട്ടുകൾ മുഴുവൻ അദ്ദേഹം വാരിക്കോരി എടുത്തത്. LDF വേണ്ടെന്നുള്ളത് ജനങ്ങൾ തീരുമാനിച്ച കാരണമാണ് ഇത്ര വോട്ട് സുരേഷ് ഗോപിക്ക് കിട്ടിയത്. സുരേഷ് ഗോപി അവൻ നല്ലൊരു വ്യക്തിയും, പിന്നെ അവ ഇത്ര നാൾ MP ആയിട്ടല്ല ഇവിടെ ഒന്നും ചെയ്തു നടന്നത്. പാവം അത് ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മളെ തൃശ്ശൂർക്കാർക്ക്. എന്നുവെച്ചാൽ അത്രയും കഷ്ടപ്പെട്ടു. ആളെ പറ്റി നല്ലോണം അറിയാലോ. ആള് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതായിട്ട് നമുക്കറിയാം. അതുകൊണ്ട് സുരേഷ് ഗോപി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഈ വരുന്ന 5 കൊല്ലം വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് വിചാരിക്കുന്നു. BJP-കാരനാണോ? ഞാൻ BJP അനുഭവമൊന്നുമല്ല, അല്ലാണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത്. അതെ അതെ, അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ടാണ് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ തൃശ്ശൂർ ഞാനിങ്ങനെ എടുക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.